അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസം മഹാനായ സ്വഹാബി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ മകനായ ഉബൈദുള്ളയും ചേർന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരികയാണ്. പ്രായമായതുകൊണ്ട് തന്നെ പിതാവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിട്ടുണ്ട്. പരസഹായത്താലല്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് പിതാവും മകനും ജുമാ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തി. പള്ളിയിൽ ബാങ്ക് കൊടുത്ത സമയത്ത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മകനായ ഉബൈദുള്ളയുടെ ചോദ്യം, വാപ്പ, എല്ലാ വെള്ളിയാഴ്ചയും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് താങ്കൾ അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്ന സ്വഹാബിക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ആ സമയത്ത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ലി അന്നഹു അവ്വലു മൻ ജമഅ ബിനാ ഫിൽ മദീന. മദീനയിൽ ഞങ്ങളെയും കൊണ്ട് ആദ്യമായി ജുമുഅ ആരംഭിച്ചത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നുള്ളതാണ്. മദീനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്ന് പ്രവാചകൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആദ്യമായി കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് മഹാനായ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ സഖ്വാൻ ഇബ്നു അബ്ദ് ഖൈസ് എന്ന് പറയുന്ന വ്യക്തിയും ചെറിയൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിൽ സുൽഹുണ്ടാക്കാൻ വേണ്ടി, ആ തർക്കം തീർക്കാൻ വേണ്ടി ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടുകാരനായ മക്കയിലെ പ്രമുഖ പ്രധാനിമാരിൽ ഒരാളായ ഉത്ബത്ത് ബിൻ റബീഅയുടെ അടുത്തേക്ക് ഇവർ മക്കയിലേക്ക് പോവുകയാണ്. മക്കയിലെത്തിയ സമയത്താണ് അവർ റസൂലുള്ളാഹിനെ കുറിച്ച് കേൾക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നേരിട്ട് കണ്ടു. പ്രവാചകൻ അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. റസൂലുള്ളാഹിൻ്റെ നാവിൽ നിന്ന് അവർ ഖുർആൻ പഠിച്ചു. ആ സമയത്ത് തന്നെ അവർ ഇസ്ലാം പുൽകുകയാണ്. പിന്നീട് ഉത്ബയെ കാണാൻ നിൽക്കാതെ തിരിച്ച് നേരെ മദീനത്തേക്ക് അസ്അദ് ബിൻ സുറാറയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും തിരിച്ച് മദീനത്തേക്ക് മടങ്ങുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ 1-ാം അഖബ ഉടമ്പടിയിലും 2-ാം അഖബ ഉടമ്പടിയിലും പങ്കെടുത്ത സ്വഹാബിയാണ് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. 1-ാം അഖബ ഉടമ്പടി കഴിഞ്ഞ് മദീനത്തേക്ക് മഹാനായ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയക്കുന്നുണ്ട്. ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാൻ, അതേപോലെ തന്നെ ഇസ്ലാമിനെ മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ, ഖുർആൻ മറ്റുള്ള ആളുകളിലേക്ക് ഓതിക്കൊടുക്കാൻ വേണ്ടി ദീൻ അറിയുന്ന രൂപത്തിലുള്ള മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അസ്അദ് ബിൻ സുറാറയുടെ കൂട്ടത്തിൽ റസൂലുള്ള മദീനത്തേക്ക് പറഞ്ഞയക്കുകയാണ്. പിന്നീട് മദീനത്ത് നടക്കുന്നത് ചരിത്രമാണ്. ഓരോ വീടും ഓരോ ഗോത്രവും ഓരോ ഗോത്ര തലവന്മാരെയും മഹാനായ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹും മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും പോയി കാണുകയാണ്. അവരോടൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ച് ഇസ്ലാമിൻ്റെ കുടക്കീടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായി മദീനത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്ന സ്വഹാബി ഏൽക്കേണ്ടി വന്ന കുത്തുവാക്കുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം കളിയാക്കലുകൾ. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് താൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അതറിയാത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്ന സ്വഹാബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വഹാബിയുടെ ജീവിതത്തിൽ നിന്നും വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന പാഠം വെറുതെ ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ്.
കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ കഴിയില്ല. മദീനത്ത് ആത്മാർത്ഥമായി അദ്ദേഹം കഷ്ടപ്പെട്ടു. അതിൻ്റെ ബാക്കി പത്രമാണ് പിന്നീട് എല്ലാ വെള്ളിയാഴ്ചയും നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചത്. എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കണം, പുരുഷന്മാർ മാത്രമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ദഅ്വാ രംഗത്ത് പുരുഷന്മാർ മാത്രം, സ്വഹാബിമാർ മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഒരു സമുദായം മുഴുവനും, ഒരു നാട് മുഴുവനും, ഒരു ഗോത്രം മുഴുവനും ഇസ്ലാമിൻ്റെ കുടക്കീഴിലേക്ക് വരാൻ കാരണക്കാരിയായ ഒരു സ്വഹാബി വനിത ജീവിച്ചിരുന്നു. ഇമ്രഅത്തുൻ മിസാദത്തൈനി എന്നുള്ളതാണ് ഹദീസിൽ ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. 2 തോൾസഞ്ചി ധരിച്ച ഒരു സ്വഹാബി വനിത ഒരു നാട് മുഴുവനും ഇസ്ലാമിൻ്റെ കുടക്കീഴിലേക്ക് വരാൻ കാരണക്കാരിയായിട്ടുണ്ട്. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദഅ്വാരംഗത്ത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ നല്ല രൂപത്തിൽ സന്തോഷത്തോടു കൂടി ക്ഷമിച്ച് അവർ നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിറാജ് യാത്രയിൽ ഒരു ഭാഗത്തെത്തിയപ്പോൾ നല്ല സുന്ദരമായ ഒരു ഗന്ധം റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ടു. റസൂലുള്ള ജിബ്രീലിനോട് ചോദിക്കാണ്, ജിബ്രീൽ എന്താണ് ഈ ഗന്ധം? ആ സമയത്ത് ജിബ്രീൽ പറയാണ്, റസൂലേ, ഇത് മാഷിത്തയുടെയും അവരുടെ മക്കളുടെയും ഗന്ധമാണ്. ആരാണ് മാഷിത്ത? മാഷിത്ത എന്ന് പറഞ്ഞാൽ ഫിറഔനിൻ്റെ കാലഘട്ടത്തിൽ ഫിറഔനിൻ്റെ കൊട്ടാരത്തിൽ ഫിറഔനിന് ഖിദ്മത്ത് ചെയ്തിരുന്ന ഖാദിമത്തായിരുന്നു മാഷിത്ത എന്ന് പറയുന്ന മഹദി. അവരെ ഒരിക്കൽ ഫിറഔനിൻ്റെ മകളുടെ മുടി ചീകുന്ന സമയത്ത്, ആ മുടി ചീകുന്ന സമയത്ത് ചീർപ്പ് നിലത്തേക്ക് വീണു. ആ ചീർപ്പെടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ബിസ്മില്ലാ എന്നുള്ളത്. അപ്പം ഫിറഔനിൻ്റെ മകള് ചോദിക്കാണ്, എൻ്റെ ഉപ്പാനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എൻ്റെ ഉപ്പാനെയാണോ അള്ളാഹ് എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചത്? എൻ്റെ ഉപ്പാനെയാണ്, കാരണം ഞാനാണ് ഈ ലോകത്തിൻ്റെ രക്ഷാധികാരി. അലൈസലീ മുൽക്ക് മിസ്ർ എന്ന് വാദിച്ച ഫിറഔനിൻ്റെ മകള് ചോദിക്കാണ്, ഫിറഔനിൻ്റെ മകളും ചോദിക്കുന്നുണ്ട്, എൻ്റെ വാപ്പനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല മോളെ, ഞാൻ ഉദ്ദേശിച്ചത് വലാകിൻ റബ്ബി വറബ്ബു അബീകി അല്ലാഹ്, മോളെ, നിന്നെയും എന്നെയും നിന്റെ വാപ്പാനെയും സൃഷ്ടിച്ച സർവാധിനാഥനായ അള്ളാഹുവിനെയാണ് മോളെ ഞാൻ ഉദ്ദേശിച്ചത്. ഈ വിവരം ഫിറഔൻ അറിഞ്ഞു. ഫിറഔൻ മാഷിത്തയോട് ചോദിക്കാണ്, വ ഇന്ന ലകി റബ്ബൻ ഗൈരി, ഞാനല്ലാത്ത രക്ഷിതാവ് നിനക്കുണ്ടോ മാഷിത്ത? ആ സമയത്ത് മാഷിത്തയുടെ മറുപടി, ഖാലത് നഅം റബ്ബി വറബ്ബുക അല്ലാഹ്, ഫിറഔൻ നിന്നെയും എന്നെയും സൃഷ്ടിച്ച ഈ ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും നബൂലകളെയും ഉൽക്കകളെയും മാമയിലുകളെയും മാമരങ്ങളെയും സൃഷ്ടിച്ച സർവാധിനാഥനായ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് പറയുമ്പോൾ ഫിറഔൻ വലിയൊരു തീക്കുണ്ടാരുണ്ടാക്കി. ആ തീക്കുണ്ടാരത്തിലേക്ക് ഈ മാഷിത്തയുടെ ഓരോ മക്കളെ വലിച്ചെറിയാൻ പറയാ. ആരാ വലിച്ചെറിയുന്നതെന്നറിയോ? ഫിറൗനിൻ്റെ കിങ്കരന്മാരല്ല, ഫിറൗനിൻ്റെ ഭടന്മാരല്ല. ആ മാഷിത്തയുടെ കൈകൊണ്ട് അവരുടെ ചോര മക്കളുടെ ഓരോ മക്കളെയും ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയണമെന്ന് ഫിറഔൻ പ്രഖ്യാപിക്കുകയാണ്. ഓരോ മക്കളെ മനസ്സില്ല മനസ്സോടെ മാഷിത്ത വലിച്ചെറിഞ്ഞു. ആ കൂട്ടത്തിൽ ചോരക്കുഞ്ഞ്, വളരെ പ്രായം കുറവുള്ള ഒരു ചോരക്കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞുമായി തീക്കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ ആ ഉമ്മാൻ്റെ കൽബ് പടഞ്ഞിട്ടുണ്ട്, ആ ഉമ്മാൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഉമ്മ, നാളെ പരലോകത്തുള്ള ശിക്ഷയേക്കാൾ എത്രയോ സുന്ദരമാണ് ഉമ്മ ഇഹലോകത്തെ ശിക്ഷ. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ സങ്കടപ്പെടണ്ട, എന്നെ ഈ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് മാഷിത്തയുടെ മക്കൾ സംസാരിച്ചു എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. തൊട്ടിലിൽ സംസാരിച്ച 4 മക്കളുണ്ട്. ആ 4 മക്കളിൽ ഒരു കുട്ടി മാഷിത്തയുടെ കുട്ടിയാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഈ മാഷിത്തയുടെയും അവരുടെ മക്കളുടെയും ഗന്ധമാണ് ഇസ്രാ മിറാജ് യാത്രയിൽ അള്ളാഹുവിൻ്റെ റസൂലിന് സുന്ദരമായ ഗന്ധമായിക്കൊണ്ട് അനുഭവപ്പെട്ടത്. നമ്മുടെ നേതാക്കന്മാരായ ആളുകൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രയാസം സഹിച്ചിട്ടുണ്ട്. ഹിജ്റ 241 മരണപ്പെട്ട മഹാനായ പണ്ഡിതൻ അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി മാസങ്ങളോളം അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ട്. മഅ്മൂനും മുഅ്തസിമും മൃഗീയമായി കൊണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോ ഭടന്മാരെ നിർത്തിക്കൊണ്ട് 80 തവണ ഇരുമ്പിൻ്റെ ചമ്മട്ടി കൊണ്ട് അടിച്ചപ്പോഴും മഹാനായ അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ നിന്ന് അണുകിട
വ്യതിചലിച്ചിട്ടില്ല. ഹിജ്റ 728 മരണപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ള 6 പ്രാവശ്യം ജയിലിൽ കടന്നിട്ടുണ്ട്. കൊലപാതകം ചെയ്തതിൻ്റെ പേരിലല്ല, വ്യഭിചരിച്ചതിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ മോഷ്ടിച്ചതിൻ്റെ പേരിലല്ല. താൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അത് ആയിരക്കണക്കിന് 10,000കണക്ക് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് അവരുടെ മേലിൽ ചുമത്തിയ കുറ്റങ്ങൾ. നമ്മുടെ മുൻഗാമികളൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. സഹോദരന്മാരെ, നമുക്ക് എന്ത് പ്രയാസമാണ് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്? ഇനി സ്വഹാബിമാരും മുൻഗാമികളൊക്കെ നമ്മൾ വിടുക. നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ ഇസ്ലാഹി നേതാക്കന്മാർ അനുഭവിച്ച ത്യാഗത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഒരംശമെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? മഹാനായ സയ്യിദ് സനാഉല്ലാഹ് മഖ്തി തങ്ങൾ 1882 തൻ്റെ 35ാമത്തെ വയസ്സിൽ എക്സൈസ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന ആ ജോലി രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാഹി പ്രബോധന പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. 2 രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഒന്ന്, ക്രൈസ്തവ മിഷനറിമാരോടുള്ള ദഅവത്ത്. 2, മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് അടിഞ്ഞുകൂടിയ അനാചാരങ്ങൾക്കെതിരെ, ശിർക്കൻ വിശ്വാസങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു സയ്യിദ് സനാഉല്ലാഹ് മഖ്തി തങ്ങൾ. ഒരു ദിവസം ക്രൈസ്തവ മിഷനറിമാരോടുള്ള ദഅവത്ത് കഴിഞ്ഞ് അവരുമായുള്ള സംവാദം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുകയാണ്. അദ്ദേഹം കണ്ട പള്ളിയിലേക്ക് കയറി. പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ച് അദ്ദേഹം ആ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ശക്തമായ ദാഹം അനുഭവിച്ചപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന മുക്രിയോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? മുക്രിയുടെ ചോദ്യം, നിങ്ങളുടെ പേരെന്താ? അദ്ദേഹം പറഞ്ഞു, സയ്യിദ് സനാഉല്ലാഹ് മഖ്തി തങ്ങൾ എന്നുള്ളതാണ്. മുക്രി അദ്ദേഹത്തിൻ്റെ കഴുത്തിന് പിടിച്ച് പള്ളിക്ക് പുറത്തേക്ക് തള്ളിയിട്ട് പറയാണ്, ഇറങ്ങിപ്പോടാ കള്ളക്കാഫിറേ, ഇറങ്ങിപ്പോടാ കള്ളക്കാഫിറേ. നമ്മൾ മനസ്സിലാക്കണം, മഹാനായ സയ്യിദ് സനാഉല്ലാഹ് മഖ്തി തങ്ങൾ എന്തിനാണ് ഈ പ്രയാസം ഏറ്റുവാങ്ങിയത്? അവരുൾക്കൊണ്ട യാഥാർത്ഥ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഉജ്ജ്വലമായ തൗഹീദിന്റെ സംസാരം അതറിയാത്ത 10,000കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് അവരുടെ മേലിൽ ചുമത്തിയ കുറ്റമെന്നുള്ളത്. ഉമർ ബിൻ മൗലവി റഹ്മത്തുള്ളാഹി മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട്ട് വീട്ടിലേക്ക് രാത്രി കയറി ചെല്ലുകയാണ്. ഭാര്യ നിന്ന് കരയുന്നുണ്ട്. ഭാര്യനോട് ചോദിക്കുന്നുണ്ട്, പെണ്ണേ നീ എന്തിനാ കരയുന്നേ? ഉമർ മൗലവി റഹ്മത്തുള്ളാഹിയുടെ ഭാര്യ ഒരു കത്ത് കയ്യിൽ കൊടുത്തു. ആ കത്തിൽ എന്താണെന്നറിയോ? ഉമർ മൗലവി റഹ്മത്തുള്ളാഹി കാഫിറാണ് എന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ യാഥാസ്ഥികരായ ആളുകൾ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി കാഫിറാണ് എന്ന് മുദ്ര കുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഭാര്യനോടൊന്നും സംസാരിക്കാതെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യയുടെ ചോദ്യം, ഇനി എങ്ങോട്ടാണ് നിങ്ങൾ പോണത്? നിങ്ങൾ കാഫിറാണ് എന്ന് വിശ്വസിക്കുന്ന ജനതയുടെ ഇടയിലേക്കാണ് നിങ്ങൾ പോകുന്നത്? ഉമർ മൗലവി റഹ്മത്തുള്ളാഹിക്ക് അന്ന് തിരൂർക്കാട്ട് ഭാഗത്ത് രാത്രി പ്രസംഗമുണ്ട്. അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് എങ്ങനെയെന്നറിയോ? ഹംദും സ്വലാത്തും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ആദ്യ വാക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി പറയാണ്, ഉമർ കാഫിറല്ല, ഉമർ കാഫിറല്ല, ഉമർ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് പ്രസംഗം ആരംഭിക്കേണ്ട അവസ്ഥ നമ്മുടെ കേരളക്കരയിലെ ഇസ്ലാഹി നേതാക്കന്മാർക്ക് അനുഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരാ ഉമർ മൗലവി? ആരാ ഉമർ മൗലവി? ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരത്തിന് ശേഷം വ്യക്തമായിക്കൊണ്ട് ഉമർ മൗലവി ആരാണെന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളൊരു സെഷൻ തന്നെയുണ്ട്. മഹാനായ വെട്ടം അബ്ദുള്ള ഹാജി റഹ്മത്തുള്ളാഹി മട്ടാഞ്ചേരിയിലെ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് സീലാട്ട് പറമ്പ്. അദ്ദേഹത്തിന് അന്നൊരു പ്രഭാഷണം ഉണ്ട്. അവിടെ പ്രഭാഷണത്തിൻ്റെ തലേ ദിവസം അവിടെ ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെടുകയാണ്. കൊച്ചിയിൽ നിന്ന് ഒരു ദജ്ജാൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ദജ്ജാലിൻ്റെ കെണിയിൽ മുസ്ലിം സമൂഹം പെട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ നോട്ടീസ് പ്രത്യക്ഷപ്പെടുന്നത്. വെട്ടം അബ്ദുള്ള ഹാജിയെ അവർ പരാമർശിച്ചത് ദജ്ജാൽ എന്നുള്ളതാണ്. അദ്ദേഹം പ്രസംഗത്തിൻ്റെ സമയമായി തിങ്ങി നിൽക്കുന്ന ആളുകളെ വകച്ചു മാറ്റിക്കൊണ്ട് കയ്യിലൊരു കടാരയുമായി കൊണ്ട് മഹാനായ വെട്ടം അബ്ദുള്ള ഹാജി റഹ്മത്തുള്ളാഹി സ്റ്റേജിലേക്ക് കയറി വന്നു. സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ കത്തി കുത്തിവെച്ച് അദ്ദേഹം പറഞ്ഞു, ഹംദും സ്വലാത്തിനും ശേഷം പറഞ്ഞു, ഞാൻ ഖുർആൻ ഓതി അതിൻ്റെ അർത്ഥം പറഞ്ഞ് ഞാൻ ഇവിടെ പ്രസംഗിക്കും. അതിൽ വല്ല കൃത്രിമം കാണിച്ചാൽ ഈ കത്തി കൊണ്ട് നിങ്ങൾക്ക് എന്നെ കൈകാര്യം ചെയ്യാം. അതല്ലാതെ ആരെങ്കിലും ഈ സദസ്സിലേക്ക് കയറി വന്നാലോ ഈ കത്തി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും എന്ന രൂപത്തിൽ പ്രസംഗം തുടങ്ങേണ്ട അവസ്ഥ നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾക്കുണ്ടായിരുന്നു. മഹാനായ പിസൈദ് മൗലവി റഹ്മത്തുള്ളാഹി 1973 പൊന്നാനി ഭാഗത്തേക്ക് അദ്ദേഹത്തെ ഒരു പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഹംദും സ്വലാത്തും തുടങ്ങി പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായൊരു പൊട്ടിത്തെറി ഉണ്ടായി. യാഥാസ്ഥികരായ അക്രമികളായ ആളുകൾ ഉണ്ടാക്കിയതാ.
അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചർ മുഴുവനും അവർ തച്ചുടച്ചു. പ്രായം ചെന്ന വയോധികനായ പി സയ്യിദ് മൗലവി എന്ന് പറയുന്ന മനുഷ്യനെ ഓവുചാലിലേക്ക് തള്ളിയിട്ടു. പിറ്റേന്ന് ഇക്കെ ഇമ്പിച്ച് ബാബയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ യോഗം ചേരുകയാണ്. ആ പ്രതിഷേധ യോഗത്തിന് ശേഷം അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള അനുവാദം കൊടുത്തു അവരെ. പിന്നീട് 3 ദിവസം വന്ന് തുടർച്ചയായി അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ച് ഉജ്ജ്വലമായി സംസാരിച്ചു മഹാനായ പി സയ്യിദ് മൗലവി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തെ ആക്രമിച്ച ആളുകൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അവർക്കൊക്കെ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ പി സയ്യിദ് മൗലവിയുടെ പിന്തലമുറക്കാരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. അങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര ഇസ്ലാഹി നേതാക്കന്മാർ അവരുൾക്കൊണ്ട യാഥാർത്ഥ്യം സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ നിറഞ്ഞതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളുടെ ജീവിതം എന്നുള്ളത്. അവരൊരിക്കലും വിശ്വാസരംഗത്ത് മാത്രമല്ല, ആദർശരംഗത്ത് മാത്രമല്ല, പകരം കേരളക്കരയെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചു എന്നുള്ളതാ. 2005 മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന രാജേന്ദ്ര സച്ചാറിൻ്റെ കൂടെ ഒരു 6 അംഗ സമിതിയെ തീരുമാനിച്ചു. സച്ചാർ കമ്മീഷൻ എന്നുള്ളതാ. ആ കമ്മീഷൻ നൽകിയ വിഷയം എന്താണെന്നറിയോ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക നിലപാട് എവിടെ എത്തിയിട്ടുണ്ട്, അവരുടെ നിലവാരം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ അവർ രൂപീകരിച്ചു. 2006 അവർ റിപ്പോർട്ട് നൽകി. 2006 അവർ റിപ്പോർട്ട് നൽകുമ്പോൾ അവരതിൽ പ്രത്യേകം പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഉത്തർപ്രദേശിലും ഹരിയാനയിലും ബീഹാറിലും പഞ്ചാബിലൊക്കെ കേവലം വണ്ടി വലിക്കുന്ന വണ്ടിക്കാളകളായിക്കൊണ്ട് മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ അതല്ല. അതിൻ്റെ പിന്നിൽ മഹാന്മാരായ ഇസ്ലാഹി നേതാക്കന്മാർക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവ ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? മലയാള ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളുകളുടെ കാലഘട്ടത്തിൽ അവരെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു. 1940 മഹാനായ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അദ്ദേഹം ദർസ് എടുത്തുകൊണ്ടിരുന്ന പള്ളിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയാണ്. എന്താ അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയ കുറ്റമെന്നറിയോ? മലയാള ഭാഷ സംസാരിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിച്ചു എന്നുള്ളതാ. ആ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ പള്ളി ദർസയിൽ നിന്ന് മുദരിസായ അദ്ദേഹത്തെ പുറത്താക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യയിലെ അലിഗഡ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെട്ട അസഹറുൽ കേരള എന്ന് അറിയപ്പെട്ട ഫറൂഖ് കോളേജിൻ്റെ സ്ഥാപകൻ മഹാനായ സിരി സാഹിബായിരുന്നു. റൗളത്തുൽ ഉലൂം ഇസ്ലാഹി നേതാക്കന്മാരുടെ അവരുടെ ബാക്കി പത്രമായിരുന്നു. അബു സബാഹ് മൗലവിയും അതേപോലെ തന്നെ PSMO കോളേജ്. എന്താ PSMO എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഫുൾ ഫോം പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് എന്നുള്ളതാ. ആരാ പോക്കർ സാഹിബ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്ത കേരളത്തിലെ ഇസ്ലാഹി നേതാവായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും മുസ്ലിമീങ്ങളുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടി ഇസ്ലാഹി നേതാക്കന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ മുന്നിൽ നടന്ന മുൻഗാമികളുടെ പിൻഗാമികളെ നമുക്കെന്താണ് ബാക്കിയാക്കിയിട്ടുള്ളത്? നമ്മളെന്താണ് നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടി ബാക്കിയാക്കിയിട്ടുള്ളത്? അവരൊരിക്കലും ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ പിന്നീട് ചരിത്രമായി എന്നുള്ളതാ. അതേപോലെ തന്നെ നമ്മുടെ പുറകെ വരുന്ന ആളുകൾക്ക് ചരിത്രം നൽകേണ്ടവർ നമ്മൾ ഓരോരുത്തരുമാണ്. മുൻഗാമികളുടെ ചരിത്രം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തനങ്ങളെ നോക്കിക്കാണുക. അള്ളാഹു നമുക്ക് എല്ലാ ആളുകൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.